ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജോജീസ് കിച്ചൻ. ഇന്ന് നമ്മുടെ അമേരിക്കൻ ട്രാവൽ വ്ളോഗിൽ ന്യൂയോർക്ക് ജേണിയിൽ 2ാം ദിവസമാണ്. ഇന്നലെ ഞങ്ങൾ നൈറ്റ് നയാഗ്രയിൽ എത്തി. റോഡ്വേസിലാണ് ഞങ്ങൾ വന്നത്. ഇവിടെ എയർബിയൻ ഹൗസിൽ ഇന്നലെ താമസിച്ചു. ഇത് അടുത്ത ദിവസമാണ്, 2ാം ദിവസം. ഇവിടെ നല്ല ഹൗസാണ് എയർബിയൻ ഹൗസ്. ഇവിടുത്തെ ഫർണിച്ചറെല്ലാം നല്ല ഫർണിച്ചേഴ്സാണ്. മസാജ് ചെയ്യുന്ന ചെയറൊക്കെ ഉണ്ട് ഇവിടെ. കാനഡയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോഫി ടെറയാണ് ടിം ഹോർട്ടൻസ്. അവിടുത്തെ ഫ്രഞ്ച് വനില ഞങ്ങളെല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടതാണ്. ആ ടിം ഹോർട്ടൻസ് ഇവിടെ അമേരിക്കൻ നയാഗ്രയിലും ഉണ്ടെന്ന് കണ്ടിട്ട് എൻ്റെ സണ്ണില്ല വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അവിടുത്തെ ഫ്രഞ്ച് വനിലയും ബ്ലാക്ക് കോഫിയും ഡോണട്ട്സും സ്നാക്സും എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തു. എല്ലാവരും രാവിലെ തന്നെ റെഡിയായി ഞങ്ങൾ നയാഗ്രയിൽ എത്തി. ഞങ്ങൾ താമസിച്ച എയർബിയൻ ഹൗസിലിരുന്ന് നയാഗ്ര 10 മിനിറ്റ്സ് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. ടു 2023 ഞങ്ങൾ കാനഡയിൽ പോയപ്പോഴും നയാഗ്രയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോലെ തന്നെ ഇവിടെയും നല്ല ഗാർഡനും നല്ല വ്യൂസുമാണ്. ഞങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടുമെന്ന്. അതും ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ഫുൾ ഫാമിലിയുമായിട്ടാണ്. അതൊരു നല്ല ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അവിടെ പോലെ തന്നെ ഇവിടെയും നല്ല വ്യൂസാണ്. ഗാർഡനും എല്ലാം നല്ല വ്യൂസാണ്. അവർ നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ കാണുന്നതാണ് കാനഡ അമേരിക്ക കണക്റ്റ് ആവുന്ന ബ്രിഡ്ജ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കാനഡയും റൈറ്റ് സൈഡിൽ കാണുന്നത് അമേരിക്കയുമാണ്. നമുക്ക് കാനഡ വിസ ഉള്ളവർക്ക് ഇവിടെ നിന്ന് അവിടെ ക്രോസ് ചെയ്ത് പോവുകയും ചെയ്യാം, ഇവിടെ വരികയും ചെയ്യാം. ഇവിടെ നിന്ന് നയാഗ്രയുടെ അടുത്തേക്ക് ഫെറിയിലാണ് നമുക്ക് പോകേണ്ടത്. അമേരിക്കൻ ഫാളും നയാഗ്ര ഹാസ് ഷൂ ഫാളും എല്ലാം അടുത്ത് പോയി കണ്ടിട്ട് വരാനുള്ള ഫെറിയാണ് ഇത്. ഇതിന് നമുക്ക് പ്രത്യേകതരം റെയിൻ കോട്ട് കിട്ടും. അത് ബ്ലൂ കളറിലാണ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കാനഡയിൽ വെച്ച് റെഡ് കളറായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഫെരീസ് ഒന്നിച്ച് പോകുമ്പം ബ്ലൂ കളർ അമേരിക്കയും റെഡ് കളർ കാനഡയുമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
ഫെറി മൂവായി തുടങ്ങി ആ കാണുന്നതാണ് അമേരിക്കൻ ഫാൾസ്. അതിൻ്റെ താഴെയുള്ള പാറകളൊക്കെ അവർ പിന്നീട് കൊണ്ടുവന്ന് ഇട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ഫോൾസ്, വെള്ളത്തിൻ്റെ ഫോൾസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പാറകളൊക്കെ കൊണ്ടിട്ടിരിക്കണമെന്ന് എന്നാണ് പറഞ്ഞു കേട്ടത്. കാനഡയിൽ നിന്നുള്ള നയാഗ്ര ഫാൾസിൻ്റെ വ്യൂസ് ഞാൻ ആൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, എല്ലാവർക്കും കാണാം. നയാഗ്രയുടെ അടുത്ത് പോകുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല ഒരു ഇതായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നയാഗ്ര ഫാൾസ്, ഹാർട്ട് ഷൂ ഫാൾസിൻ്റെ മുകളിലത്തെ ഭാഗമാണ്. ഇത് അമേരിക്കൻ സൈഡിലുള്ള വെള്ളം വീഴുന്ന സൈഡിലാണ്.
അതിനുശേഷം ഒരു ബസ് ട്രിപ്പ് ഉണ്ടായിരുന്നു. അവിടെ ബസ്സിൽ കയറുമ്പോൾ ഈ ഡ്രാം വണ്ടിയാണ് അതിൽ കയറിയിട്ട് ഈ നയാഗ്ര ഫാൾസ് ഒഴുകുന്ന സ്ഥലമെല്ലാം സിറ്റി ടൂർ പോലെ ഒരു റൗണ്ട് അടിച്ചിട്ട് അവർ നമുക്ക് കാണിച്ചു തരും. അത് നല്ലൊരു ട്രിപ്പായിരുന്നു, നയാഗ്ര ഒഴുകുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടുവരാനായിട്ട്. രാവിലെ തന്നെ ഞങ്ങൾ എയർബിയൻ ഹൗസ് ചെക്കൗട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് നയാഗ്രയിൽ തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് അടുത്ത യാത്ര തുടങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് ന്യൂയോർക്കിലേക്കാണ്. അവിടെയും ന്യൂ ജേഴ്സിയിൽ ഞങ്ങൾ എയർബിയൻ ഹൗസ് എടുത്തിട്ടുണ്ട്. നല്ല ഒരു യാത്രയായിരുന്നു. ഈ ട്രാവൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.